വിവിധ ക്രൈസ്തവ സഭകളുടെ യോഗം പാലാ ബിഷപ്പ് ഹൗസിൽ ചേരുകയാണ്. സീറോ മലബാർ എക്യൂമെനിക്കൽ എഡ്യൂക്കേഷൻ കമ്മീഷനുകളുടെ ആഭിമുഖ്യത്തിലാണ് യോഗം. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ചയാകും. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, ഭിന്നശേഷി അധ്യാപക നിയമനത്തിലെ പ്രശ്നങ്ങളടക്കം വലിയ ചർച്ചയും വിവാദവുമായി നിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്തൊക്കെ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ചയ്ക്ക് വരുന്നത്? യോഗം എത്രത്തോളം പ്രധാനമാണ് ടോബി? ടിക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. കാരണം പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭകളുടെ 11 സഭകളുടെ സഭാധ്യക്ഷന്മാരും അതുപോലെ തന്നെ പ്രതിനിധികളുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ നിലപാട് വന്നിരുന്നു. ഏറ്റവും കൂടുതൽ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടായത് ഈ വിഷയത്തിൽ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിൽ ഒരു വിശദീകരണം എന്തായാലും ഈ സമ്മേളനത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പള്ളുരുത്തി സ്കൂളിലെ സംഭവം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ വിവിധ ക്രൈസ്തവ സഭകൾ നേരിടുന്ന വിവിധ വിഷയങ്ങളിലുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ ഈ നടക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. സീറോ മലബാർ സഭ എക്യുമെനിക്കൽ എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള പാലാ ബിഷപ്പ് തന്നെയാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. പാലാ ബിഷപ്പ് ഹൗസിൽ അല്പസമയം മുമ്പ് ഏകദേശം 3 മണിയോടുകൂടി തന്നെ ഈ യോഗം ആരംഭിച്ചു. വിവിധ മതമേലധ്യക്ഷന്മാർ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യസ്ഥാനീയനായിട്ടുള്ളത് ഓർത്തഡോക്സ് സഭ അധ്യക്ഷനാണ്. എന്തായാലും ഈ സമ്മേളനത്തിൽ എന്ത് നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നതെന്ന് കൃത്യം 4 മണിയോടുകൂടി തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.